അതുകൊണ്ട് തന്നെ സപ്പോസ് രണ്ടുമാരം കണ്ട എടാ അതിൻ്റെ ഇടയിൽ നോക്കിയോ. ഓ മൈ ഗാഡ്, മുന്നേ ആൾമോസ്റ്റ് ഒരു 1 ഇയറിന് മുന്നേ തന്നെ. എടാ നീ ക്യാമറ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യടാ, ക്യാപ്ചർ ചെയ്യാം. അത് മൂവാടത് അത് തന്നെ. എന്തോടാ വേണ്ട ഇവിടെ പന്നമായി. എവിടുന്നാ വന്ന ബാഗ്? എനിക്കറിയില്ല, ബാക്ക് ഇത് പറഞ്ഞല്ലോ. അല്ലാണ്ട് തുടങ്ങി മസിൽ പിടിച്ച്. ഇടഞ്ഞ അടി കൂടി ഇടഞ്ഞു. ഹലോ, ആ എന്താ? എടാ ഷൂ അല്ലേ ഇപ്പൊ നേരത്തെ പോയത്, ഇതേ അടക്കാൻ. എടാ നമ്മുടെ ഇരിക്കാനുണ്ട്. ഈ സൗണ്ട് പറഞ്ഞില്ലേ? മൈ ഗാഡ്, കഷ്ടോടാ. മുടിയുണ്ടോ? ഓ മൈ ഗാഡ്, ഓ മൈ ഗാഡ്. എടാ അടുത്തോട്ട് വരുന്നത് തോന്നിട്ടുണ്ട് എനിക്ക്. ഇവിടെ മുടിയുണ്ടോ? മുടി കണ്ടിന്യൂ ചെയ്യട്ടെ. ഗൈസ് ഞങ്ങളോട് വന്നപ്പോൾ തൊട്ട് തന്നെ ആക്ടിവിറ്റീസ് ഉണ്ട്, സൗണ്ടും കേൾക്കുന്നുണ്ട്. അത് ഞങ്ങളിവിടെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ആ ഒരു സൈഡിൽ വന്നിട്ട് രൂപത്തെ കണ്ടായിരുന്നു. ബട്ട് അത് ഫസ്റ്റ് ഞാൻ വിചാരിച്ച മനുഷ്യന്മാരും ആരെങ്കിലും കാരണം ഇത് വന്നിട്ട് മീൻ പിടിക്കുന്ന ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ സപ്പോസ് രണ്ടുമാരം കണ്ട എടാ അതിൻ്റെ ഇടയിൽ നോക്കിയോ. ഓ മൈ ഗാഡ്, പേടിക്കില്ല അജിബേ കൂടായിട്ടിരി. ഓ മൈ ഗാഡ്, എന്താ അഞ്ചടിപ്പിച്ചിരിക്കും കൂടെ കേട്ടാ. നീ കൂളായിട്ടിരി, പിടിച്ച് ഇൻ്റർവ്യൂ പറയട്ടെ. നീ ടച്ചാലേ ഫോണായിട്ട്. ഗൈസ് വന്നിട്ട് ഞാൻ പറഞ്ഞിട്ട് തന്നെ ഈ ഒരു സ്ഥലത്തെ കുറിച്ചിട്ടുള്ള കാര്യം ഫസ്റ്റ് ഞാൻ അത് പറയാൻ സമ്മതിക്കുന്നില്ല എന്ത് സംഭവം എന്നുള്ളത്. ആക്ച്വലി വന്നിട്ട് എനിക്കിത് ഞാൻ വിട്ടേക്ക് ഈ സൈഡിൽ വന്നിട്ട് ഒരു വെള്ളം ഞാൻ കാണിച്ചില്ലായിരുന്നു. ഇതുപോലെ തന്നെ ഇതിനപ്പുറത്ത് വന്നിട്ട് വേറൊരു കര കൂട്ടൊരു വെള്ളം പോകുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് മുന്നേ, ആൾമോസ്റ്റ് ഒരു 1 ഇയറിന് മുന്നേ തന്നെ. ഓ ആരടി കാണിക്കണൊക്കെ? കല്ലടാ ദേഹത്ത് ചിരിക്കുന്ന. നീ വിട്ടെ നോക്കി, കല്ലും ദേഹത്ത് വലിച്ചെറിയത് ദൈവത്തെ ഓർത്ത്. ഞങ്ങളിവിടെ മര്യാദയ്ക്ക് നിൽക്കുക, നിങ്ങളൊന്നും ശല്യം ചെയ്തിട്ടൊന്നുമില്ല. ഇത് നിങ്ങളുടെ സ്ഥലമൊന്നുമല്ല. വെറുതെ വന്നിട്ട് ഒരുമാതിരി പോക്കിത്തരം കാണിപ്പിച്ചിട്ട് ഞങ്ങളെ കൂടെ ഇങ്ങനെ കാണിപ്പിക്കാൻ, ഞങ്ങളെ കൂടി പ്രേരിപ്പിക്കരുത്. ഞാൻ പറയേണ്ട കാര്യം പറഞ്ഞു. വന്ന് വീഴും തോന്നുന്നു കല്ല്. ഭയങ്കര അവസ്ഥ. ഞാൻ കുറച്ച് കല്ലുകൾ കൂട്ടി വയ്ക്കും പറഞ്ഞേ. എന്നിട്ട് ഇവിടുന്ന് എറിഞ്ഞു തുടങ്ങി ഞാൻ അജുവിയും കൂടി അങ്ങോട്ട്. എങ്ങോട്ടും കയറിയനല്ലേ, ആരെയും കാണുന്നില്ല. നീ തന്നെയാ പറഞ്ഞത്. രണ്ട് സൈഡ് രണ്ട് കരയിലും വന്നിട്ട് വെള്ളമുണ്ട്, ശരിക്കും വെള്ളമുണ്ട്. ഈ വെള്ളത്തിൽ ഏകദേശം ഒരു 1 ഇയറിന് മുന്നേ വന്നിട്ട് അപ്പുറത്തെ കരയിൽ വന്നിട്ട് ഇതിനപ്പുറത്തൊരു കരയുണ്ട്. ആ കരയിൽ വന്നിട്ട് വള്ളത്തിൽ വന്നിട്ട് മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ വന്നിട്ട് ഒരു മിഡ് നൈറ്റ് ഏകദേശം ഈ ഒരു ടൈമിൽ മീൻ പിടിച്ചു. അത് നെറ്റിയിലൊക്കെ ടോർച്ചൊക്കെ കെട്ടിയിട്ട് വന്നിട്ട് എടാ ഓടി വന്നവരെ കേട്ടാ. ഇവിടുന്ന് സൗണ്ട് കേട്ടു. പക്ഷെ ഞാൻ അവിടെ ആ ഭാഗത്ത് ശരിക്കും ഓ മൈ ഗോഡ്.
മീൻ പിടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് വന്നിട്ട് വെള്ളത്തിന് അടിയിൽ നിന്ന് വന്നിട്ട് ഒരാൾ ആ മീൻ പിടിച്ചോണ്ടിരുന്ന ആളിനെ വലിച്ചോണ്ട് താഴോട്ട് പോകുമായിരുന്നു. ഇത് കണ്ടോണ്ടിരുന്ന ഇപ്പുറത്തെ കരയിൽ മീൻ പിടിച്ചോണ്ടിരുന്ന വേറൊരു വള്ളത്തിൽ മീൻ പിടിച്ചോണ്ടിരുന്ന ഒരാളാണ്. നീ വിട്ട് മൈൻഡ് ചെയ്യണം. ഇപ്പുറത്തെ വള്ളത്തിൽ വേറൊരാൾ മീൻ പിടിച്ചോണ്ടിരിപ്പുണ്ടായിരുന്നു. ഈ താഴോട്ട് വലിച്ചോണ്ട് പോയ ആ വ്യക്തിയുടെ തലയിൽ വന്നിട്ട് ടോർച്ച് ഇരിപ്പുണ്ടായിരുന്നു. ഈ മീൻ പിടിക്കാൻ പോകുന്നവരുടെ ആ ടോർച്ച് വന്നിട്ട് ഇങ്ങനെ പല ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്ന വെട്ടം ദൂരോട്ട് അടിച്ചിട്ടാണ് ആ ഒരു വ്യക്തി ഈ വ്യക്തിയെ വന്നിട്ട് ശ്രദ്ധിക്കുന്നത് തന്നെ. പെട്ടെന്ന് വന്നിട്ട് വെള്ളത്തിലോട്ട് വലിച്ചുകൊണ്ട് പോകുമായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ആ ഡെഡ് ബോഡി പൊങ്ങി വരുന്നിട്ടാണ് കണ്ടത്. എന്താണ് ഒന്ന് വലിച്ചുകൊണ്ട് പോയെന്നൊന്നും ആർക്കും ഒരു പിടുത്തം കിട്ടുന്നില്ല. അതിനുശേഷം തന്നെ ഈ ഒരു സ്ഥലത്ത് ഒരു പകൽ ടൈം മാത്രമേ മീൻ പിടിക്കാൻ പറ്റത്തുള്ളൂ. ഈ ഒരു ടൈമിൽ അൺടൈമിൽ ആരും ഈ ഒരു സ്ഥലത്ത് വരുത്തുപോലും ഇല്ല. ഇപ്പം ഞാനും നജീബും തന്നെ ഈ ഒരു സ്ഥലത്ത് വരുത്തില്ലായിരുന്നു. വേറെ ഒരാൾ ഈ ഒരു സ്ഥലം സജസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞങ്ങളിവിടെ വന്നത് തന്നെ. ജസ്റ്റ് ഒന്ന് നോക്ക് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ സ്ഥലത്ത് വന്നത്. കാരണം ഇവിടെ ഷൂട്ട് ചെയ്ത് വേറെ ഒന്നും തന്നെ ഇല്ല. ഇവിടെ തൊട്ട് ഇവിടെ വരെ ജസ്റ്റ് വന്നിട്ട് ഒരു 100 മീറ്റർ പോലും ഇല്ല. ഇവിടെ വന്നിട്ട് എന്ത് കാണിക്കാനാന്നുള്ള രീതിയിലാണ് ഞാൻ വരാൻ. എന്താണത്? നിങ്ങൾക്ക് ഞങ്ങളോട് എന്തെങ്കിലും സംസാരിക്കാനോ കാര്യം പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളോട് സംസാരിക്കാം. അതായത് ഇങ്ങനെ പല കാര്യങ്ങൾ കാണിച്ചിട്ട് ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കരുത്. ഞങ്ങളെ പേടിക്കത്തുമില്ല. വെറുതെ അതിനെ പറഞ്ഞ് വെറുതെ കുരുവായിട്ടുണ്ടാട്ടാ. നമ്പർ ഒന്ന് കാണിക്കണം. ഞാനെന്ത് ചെയ്യും? അതവിടെ ഉള്ളതാ. ചെയ്താൽ മതി. അതാണ് സംഭവം. ഓ എന്തോടെ എഴുതുന്നേ? ഇല്ല പാമ്പ് വല്ലതാണോ? എടാ നിന്റെ ബാഗ് അവിടെ മാറ്റിക്കോട്ടെ. എവിടെ കൊണ്ട് വെക്കണം? ഞാൻ പറഞ്ഞ നാവെടുത്തില്ല. ബാഗ് മാറ്റിക്കോളാൻ പറഞ്ഞപ്പോ തന്നെ ബാഗ് ഇങ്ങോട്ടേക്ക് വന്നാണ്ട. അതാണ് സംഭവം. വേറെ കുറേ പേര് ഇങ്ങോട്ട് എൻ്റെ ഹെൽത്തിനെ കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഓക്കെ ആണ്. അത് പറ്റുവാണെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, വീഡിയോ കാണുന്നില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തുകൂടെ സൗണ്ട് കേൾക്കുന്നത്? ഓ മൈ ഗാഡ്, എന്ത് സൗണ്ടോടെ കേൾക്കുന്നത് നജീബേ? അറിയാൻ പറഞ്ഞ കരച്ചിലും ചിരിയൊക്കെ കേൾക്കുന്നുണ്ട്. ഓ മൈ ഗാഡ്. ഇവിടെ ക്യാമറ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യണം, ക്യാപ്ചർ ചെയ്യാം പ്രോപ്പറായിട്ട്. ചില സമയത്ത് ഇത് ഫോക്കസ് വന്നിട്ട് അടിയിലോട്ട് പോകുമ്പോൾ എനിക്കറിയാൻ വയ്യ. നീ മരിച്ചുപോയ ആട്ടോയിൽ ഷൂ ആണിത്? ഞാൻ ഷൂ എടുത്തോണ്ടോന്നൊന്നും പറഞ്ഞൊന്നുമില്ലല്ലോ. അവിടെ എടുത്തോണ്ട് പോകാൻ വേണ്ടിട്ട് ഇവിടെ ആ പുള്ളിക്കാരനാണോ ആ ഷൂ? എടാ 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 എന്താ ശബ്ദം കേൾക്കണ്ടാ? നീ വെള്ളത്തിൽ കൂടെ ആണോ ഞങ്ങൾ പോയത്? വെള്ളത്തിന്റെ അടുത്തൊന്നും പോവല്ലേ? അല്ലടാ, ഇവിടെ കിടക്കുന്ന ഏതൊരു വള്ളത്തിലാണ് ആ പുള്ളിക്കാരൻ പോയത്. പക്ഷെ ഏത് വള്ളമാണെന്നൊന്നും അറിയത്തില്ല. ഇവിടെ മൊത്തം 3 വള്ളം കിടപ്പുണ്ട്. ഏത് വള്ളത്തിൽ കൂടെ പോയിട്ടാണ് ആ ഒരു സംഭവം നടന്നതെന്ന് അറിയത്തില്ല. എടാ മോനെ എന്തുകൂടത് കല്ലിട വന്ന് വീഴുന്ന മണ്ടക്ക് മണ്ടക്കൊക്കെ വന്ന് തീർന്നിട്ടാ.
രസമുണ്ട് ഈ സ്ഥലം കാണാൻ. നല്ല രസം ഉണ്ടാവും. ഈ സ്ഥലത്തിന്റെ ഭംഗി നോക്കിക്കാണ്ട് പരിപാടി എടുത്ത് പെട്ടെന്ന് വീട്ടിൽ പോവാൻ നോക്കാം. നിങ്ങൾക്ക് ഞങ്ങളോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം. ഇവിടെയുള്ള ആ ഒരു ഗോസ്റ്റിനോടാണ് ഞാൻ ഈ പറയുന്നത്. ഞങ്ങളോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളോട് സംസാരിക്കാം. ഇവിടെ എന്തോ ഒന്ന് പോണ പോലെ തോന്നിയടാ. ഞാൻ സൗണ്ട് കേട്ടു. രണ്ട് ബാഗ് നിറ നീ എവിടെ കൊണ്ട് വെച്ച്? ഇവിടെ വെച്ച ബാഗ് എവിടെ ബാഗ് വെച്ചേ? അവിടെ നിന്ന് എടുത്തിട്ട് അത് ആരും കൊണ്ടുപോകാൻ? നീ ഇവിടെ അവിടെ തന്നെ വെച്ചത്? ഇവിടെ ആടാ ബാഗ് വെച്ചേ, ഞാൻ കണ്ടില്ലേ. അതെവിടെ പോയത്? നിന്റെ ബാഗ് കിടക്കുന്നത്, തോളത്ത് കിടക്കുന്നത് ബാഗ് എൻ്റെ ഉണ്ട്. ബാഗ് എവിടാ? എൻ്റെ ബാഗ് എടുത്ത് നിങ്ങളാണോ? എൻ്റെ ബാഗ് ഇവിടുന്ന് എടുത്തത് നിങ്ങളാണോ? എടാ എടി ഇവിടെ ആടാ ബാഗ് വെച്ചത്, ഞാൻ കണ്ടില്ലല്ലോ നീ ബാഗ് വെച്ചത്. ബാഗ് വെക്കണേ ഞാൻ കണ്ടു. ഓക്കെ ശരിയാണ്, ഓർമ്മ ഉണ്ട്. പക്ഷെ അത് എവിടെയാ അത്? എടാ കളിപ്പിക്കാനാണോ നമ്മളാ? നീയാണോ ബാഗ് എടുത്തേ? ബാഗ് എടുത്ത് നീ ആണെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ബാഗ് കൊണ്ട് തന്നോ, പറഞ്ഞേക്കാം. ആകെയുള്ള ആ ഒരു ബാഗ്, കീറിയ ബാഗ്. താഴെ ഒന്നും ബാഗ് ഇല്ലടാ. എടാ നിങ്ങളാണ്, നിങ്ങൾക്ക് ബാഗിന്റെ ആവശ്യമില്ല. ആ ബാഗ് കൊണ്ട് തിരിച്ചു തന്നേക്ക്. ഇവിടെ ഒന്നും കിടപ്പില്ല. ഓ മൈ, ബാഗ് ഇങ്ങോട്ട് പോടാ. എനിക്കറിയില്ലടാ. അതിനൊന്ന് നേരത്തെ പറഞ്ഞാടാ ബാഗ് എടുത്തോളെ. എന്തോടാ ഇവിടെ പന്നം മൈ. എവിടുന്നാ വന്ന ബാഗ്? എനിക്കറിയില്ല. ബാക്ക് ഇത് പറന്നു തന്നെ കണ്ടത്. ബാക്ക് ഇത് പറന്നു തന്നെ ഞാൻ കണ്ടത്. അതിന് നൈറ്റ് വിഷൻ ക്യാമറ എല്ലാം ഇരിപ്പുണ്ട്. പൊട്ടിത്തെറിച്ചാണ് ഇപ്പം എല്ലാം കൂടി. നിങ്ങൾക്ക് ഈ ആവശ്യമില്ലാത്ത പണിക്ക് നിങ്ങൾ ചെയ്യരുത്, ദൈവത്തെ ഓർത്ത്. ഞങ്ങളാരും നിങ്ങളെ ശല്യപ്പെടുത്താനോ ഉപദ്രവിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതല്ല ഇവിടെ. പിന്നെന്തിന് ഇതുകൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ? ഞങ്ങളോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? എന്തെങ്കിലും കാര്യം പറയാനുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് സംസാരിക്കുക. അല്ല ഇതുപോലെ ബാഗ് മോഷ്ടിച്ച് വയ്ക്കുക, വലിച്ചെറിയുക. നിൻ്റെ അച്ഛൻ എന്തെങ്കിലാണോ ഈ സാധനങ്ങളൊക്കെ, ഇതിനകത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ? എന്നെ കൊണ്ട് വെറുതെ തെറി വിളിപ്പിക്കരുത്. അത് പ്രേതമാണ്. അത് നീ ഇവിടെ തെറി വിളിച്ചൊന്നും ഒന്നുമില്ല. വെറുതെ പ്രകോപിപ്പിക്കാണ്ട് കണ്ടായിരുന്നോ? ഞാൻ കണ്ട്. പക്ഷെ ഇത് അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവോ? അതിൻ്റെ ഉള്ളിലുള്ള നൈറ്റ് വിഷൻ ക്യാമറ ഉണ്ട് അകത്ത്. അങ്ങനെ സാധനങ്ങളുടെ നഷ്ടപരിഹാരം പോലും മേടിക്കാൻ പറ്റില്ല. എന്തായാലും എന്താ ചെയ്യാ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതല്ലാതെ അത് അതിൻ്റെ ഒരു മാതിരി പരിപാടി കാണിക്കുന്നുണ്ട്. എന്താ ചെയ്യാ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലടാ, അടുത്ത നെക്സ്റ്റ് കണ്ടന്റ് വീഡിയോ ഇപ്പം എന്താ ചെയ്യാന്ന്? താഴേക്കൊന്ന് കയറി നോക്കിയാലോ? താഴേക്കോ? ഉള്ളിലേക്ക് നീ പോയിട്ടോ. പോയിട്ടോടാ. ഒറ്റക്കാ? എടാ രണ്ടുപേരും കൂടെ പോയിട്ട് അകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഒരാൾ പുറത്ത് നിന്നൊരു ഷൂട്ട് ചെയ്യണം. ഇങ്ങനത്തെ സാധനത്തിന്റെ ഇടയിലോട്ട് ഞാൻ ഉള്ളിലോട്ട് കയറി പോയിട്ട് അതെന്നെ പിടിച്ച് ഉണക്കാനിടും. അത് വലിച്ചു കയറി ഒട്ടിച്ചു നോക്കും. അത് നീ ജസ്റ്റ് ട്രൈ ചെയ്യടാ, പോടാ കയറി പോകിട്ടോ. പോയിട്ടോ. എന്താ കാണിക്കുക അകത്ത്? ഞാൻ അകത്തോട്ട് വരുവാണേ. എക്സ്ക്യൂസ് മീ.
ഓടാ കയറി കാല് തുടയും മസിൽ പിടിച്ച്. ഹലോ അല്ല ഉണ്ടോടാ അപ്പുറത്ത്? അവിടെ ഇവിടുന്ന് തെറിച്ചു പോയാ അകത്തോട്ട്. എന്ത് പറ? ആ ഇങ്ങനെ വാ. ഹലോ, ആരെങ്കിലും ഉണ്ടോ ഇവിടെ? എടി ഇവിടെ നിന്നൊന്നും ഓടാൻ പോലും പറ്റൂല, നിനക്കറിയോ? നജീബ് അപ്പുറത്തെ സൈഡിൽ പോയി നോക്കിയിട്ടുണ്ട്, നോക്കാൻ പോയിട്ടുണ്ട്. ഇവിടെ നിന്നൊന്നും ഓടാൻ പോലും പറ്റൂല, നിനക്കറിയോ? നജീബേ ഇവിടെ നിന്നൊക്കെ ഞാൻ പെട്ടുപോയതാ. അപ്പുറത്തോട്ട് പോണേ പോലും ഞാൻ ഇഴഞ്ഞ അടി കൂടി ഇഴഞ്ഞു. നജീബ് ഇപ്പൊ അപ്പുറത്ത് എന്റെ മോനെ എന്തുകൊണ്ടത്? നജീബ് സേഫ് അയ്യോ അയ്യോ ഗൈസ്, ഇവിടെയൊക്കെ സീനാണ് ട്ടോ. ബേക്കിൽ നിന്ന് ആരും ഓടി വന്നവരൊക്കെ തോന്നുന്നുണ്ട്, പക്ഷെ നോക്കിയിട്ട് ആരെയും കാണുന്നില്ല. ഹലോ ചേട്ടാ, ഹലോ ഹലോ ആ എന്താടാ? ഇപ്പുറത്തോടാ. കണ്ടായിരുന്നോ? എന്തൊക്കെയോ വരുന്നുണ്ടായിരുന്നു, ഒന്നും കണ്ടില്ല. പിന്നെ ബേക്കിലോട്ട് ചിരിച്ചു വന്നാതിരിയാ. നടു അടിച്ചോണ്ട് ഇവിടെ കയറിയപ്പോഴത്തേക്കും അവിടെ ഇടിച്ചോ? ഓക്കെ അല്ലേ? കുഴപ്പമില്ല. ദൈവമേ, ഇവിടെ എന്താ ചെയ്യാ? അതിനകത്തൊന്നും തൊടാനോ നിക്കണ്ട. കണ്ടു കാണും ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ. ഇവിടെ സത്യം പറഞ്ഞാൽ എനിക്കിവിടെ എന്ത് ചെയ്യണമെന്ന് ഐഡിയ കിട്ടുന്നില്ല. അത്രയ്ക്കും ഒരു ഇത്ര ഉള്ളൂ. ഈ ഒരു ഗ്യാപ്പിൽ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ ആക്ടിവിറ്റീസ് ശരിക്കും ഉണ്ട്. ഇവിടെ പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് സൗണ്ട് പോകും, അവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പുറത്ത് പോകും. പ്രോപ്പറായിട്ട് ക്യാപ്ചർ പോലും ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു രൂപത്തെ. അതുകൊണ്ട് എടാ ഷൂ അല്ലേ ഇപ്പൊ നേരത്തെ പോയത്? ഇതേ അടക്കാൻ
ഞാൻ പറഞ്ഞേ. സോ അതാണ് കാര്യം സംഭവം. അതുകൊണ്ട് ഇവിടുന്ന് പോയാലോ എന്ന് തോന്നുക. കാരണം പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ചെയ്യാനില്ല. അതിനെ ക്യാപ്ചറിങ് എന്ന് പറഞ്ഞാൽ ക്യാപ്ചർ സംഭവം ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ബട്ട് വേറെ കൂടുതലായിട്ട് ഇവിടെ ഒന്നും ചെയ്യാൻ നമുക്ക് ഓപ്ഷൻ ഇല്ല. പോയാലോടാ. പോവാടാ. ഇവിടെ നിൽക്കും തോറും നമുക്കും പ്രശ്നമാണ്. നമുക്ക് മാത്രമല്ല വേറെ ഒന്നും ഇതിൻ്റെ ഉള്ളിൽ ചെയ്യാനില്ല. ഇതിൻ്റെ അകത്തോട്ട് ഇറക്കി ഒരു ഹാള് മാതിരി ഇതിൻ്റെ ഉള്ളില് ഒന്നുമില്ല. അപ്പുറം ഇതുകൊണ്ട് തന്നെ അപ്പുറത്ത് നിൽക്കുന്നത് വേറെ ഒന്നുമില്ല. എല്ലാം ഈക്വലായിട്ടിരിക്കുക, വേറെ സംഭവങ്ങൾ. എന്താടാ അത്? എടാ വാടാ പോവാ, മതി. എന്നാ നമ്മുടെ സേഫ്റ്റിയും കൂടി നോക്കണം. ഇത് എന്ത് കുന്തോന്ന് മനസ്സിലാവുന്നില്ല. വെള്ളത്തിനടിയിൽ പൊങ്ങി പറഞ്ഞൊക്കെ പറയുമ്പോ ഇതെന്തോ ഇത് കുന്തേന്റെ പേര് ഞാൻ നിനക്ക് പോണ വഴിക്ക് പറഞ്ഞുതരാം, നീ വാ. ഓക്കെ, നൈറ്റ് വിഷൻ അവരോട് വെച്ചിട്ട് ട്രൈ നോക്കാം എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. എടാ മാറി കല്ല് തലയൊന്നും വീടുന്നില്ല. ഗൈസ് ഞങ്ങളതിപ്പോൾ വന്നിട്ട് നൈറ്റ് വിഷൻ അവരെ കൂടെ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം എന്തെങ്കിലും കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കാം. സോ അതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് പോവാം. ഓക്കെ, സോ അതുകൂടെ ട്രൈ ചെയ്തിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകാൻ പോവാണ്. ലാസ്റ്റായിട്ട് അമ്മച്ചി എടാ സീനാണ്ടാടാ. ശരി പെട്ടെന്ന് ബായിട് പോ. ഗൈസ് ഞങ്ങളിപ്പോൾ വന്നിട്ട് നൈറ്റ് വിഷൻ ക്യാമറ വെച്ചിട്ട് ഇങ്ങനെ എൻ്റെ ഇരിക്കുവാണ്. നമ്മൾ സ്റ്റാർട്ടിൽ കയറി വന്നൊരു വഴിയുണ്ടല്ലോ. സോ ഞങ്ങൾ അവിടെ ഇരിക്കുകയാണ്, ഞാൻ അജീബും കൂടി. സോ അങ്ങ് എൻഡിലാണ് വന്നിട്ട് ഞങ്ങളെല്ലാം രൂപത്തെ ലാസ്റ്റ് കണ്ടതും ഫുൾ ആക്ടിവിറ്റീസ് നടന്നതും ആ എൻഡിലാണ്, അതായത് ആ വെള്ളത്തിൻ്റെ സൈഡിലാണ്. ഞങ്ങളിപ്പോൾ ഈ സൈഡിൽ ഇരിക്കുകയാണ്, ഫുള്ള് ഇരുട്ടിരിക്കുകയാണ്. ഈ സൈഡിൽ മാത്രം കുറച്ച് വെട്ടമുണ്ട്. അത് മേളത്തെ റോഡിൽ നിന്ന് വരുന്നൊരു വെളിച്ചത്തിൻ്റെ ആണ് ചെറിയ വെളിച്ചം കാണുന്നത് സൈഡിലായിട്ട്. ഇതുവരെയായിട്ട് വലിയ രീതിയിലുള്ള അനക്കങ്ങളോ കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല. ബോട്ടിന്റെ സൗണ്ട് കണ്ടല്ലോ. നടക്കാൻ സൗണ്ട് കേൾക്കണ്ടോ? അങ്ങനെ ഒരു സൗണ്ട് കേൾക്കണല്ലേ? അല്ലടാ, പാമ്പ് വല്ലതും കിടപ്പുണ്ടെന്ന് പേടിയാ. കാശ് ഞങ്ങളിപ്പോൾ ഇരിക്കുന്ന ഫുള്ള് ഒരു ഇരുട്ടിലാണ്. സൈഡിൽ മൊത്തം കാടുമുണ്ട്, ഈ സൈഡിൽ മൊത്തം. അല്ല പാമ്പ് വല്ല എഴുന്നു വന്നു വല്ല കുത്തിയെ പോലും അറിയത്തില്ല. മുകളിൽ കൂടെ വണ്ടി പോകുന്നതുകൊണ്ട് അതും പ്രോപ്പറായിട്ട് അങ്ങോട്ട് ഞങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ വണ്ടി പോകുന്നതുകൊണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ തന്നെ ആരെയും വീഡിയോ കാണുന്നവർ വന്നിട്ട് താഴെ കമന്റ് സെക്ഷനിൽ പറയുക ഇന്ന ഡ്യൂറേഷൻ വന്നിട്ട് സൗണ്ട് കേൾക്കുന്നുണ്ടെന്നായിട്ട്. എടാ നമ്മുടെ പറഞ്ഞില്ലേ അത്ര മാനത്തോട്ട് നോക്കിയിരിക്കണം. നോക്കോട്ടാ ഞാൻ കേക്കണ്ട്. അല്ല ക്യാമറ നോക്കുക, എന്തെങ്കിലും എടുത്ത് തരണ ഏതായാലും വീണ കണ്ട എടി ഇരുട്ടത്ത് എന്ത് കാണാടാ. എന്തുവാ സൗണ്ട് ചെയ്യുന്നേ? വേറെ കാര്യം ശ്രദ്ധിച്ചാ ഓരോ സെക്കൻഡ് ആ സൗണ്ട് ഇങ്ങനെ കൂടി വരുവാ, കുറയുന്നില്ല. അത് പെട്ടു പോകത്തല്ലോ. അല്ല പാമ്പ് വല്ലതും വന്നു കഴിഞ്ഞാൽ പെട്ടു പോകത്തുള്ളു.
ഇവിടെ അണലിയൊക്കെ ഉള്ളതുണ്ടെന്ന് തോന്നണ്ട എനിക്ക്. ഇതാണെങ്കിൽ അവിടെ കിടന്ന് കരയണല്ലാണ്ട് ഗൈസ് സൗണ്ട് വന്നിട്ട് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട് ഞങ്ങൾക്ക് വന്നിട്ട്. അതുപോലെ തന്നെ അവിടെ സൗണ്ട് കേൾക്കുന്ന അതേ സമയത്ത് ഞങ്ങളുടെ തൊട്ട് പുറകിലായിട്ട് തന്നെ എന്തോ ഇഴയുന്ന പോലെ സൗണ്ട് കേൾക്കുന്നുണ്ട് ക്ലിയർ ആയിട്ട്. ഗൈസ് സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ? മൈ ഗോഡ്, കഷ്ടോടാ. സൗണ്ട് ക്ലിയർ ആയിട്ട് എക്സ്ട്രീം ആയിട്ട് ഞങ്ങൾക്ക് കേൾക്കുന്നുണ്ട്. ബട്ട് നൈറ്റ് വിഷൻ അതാ ബട്ട് നൈറ്റ് വിഷൻ ക്യാമറയിൽ എത്രത്തോളം കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അറിയത്തില്ല. ഇവിടെ എന്തോ ഒന്ന് കണ്ടർ ഞാനിപ്പോ എന്തോ ഒരു വെള്ള കളർ സാധനം മൂവ് ആയി ഇങ്ങോട്ട് ആ സെൻട്രല് അകത്ത് എന്തോ ഒരു സാധനേ ഇങ്ങനെ പാസ്സായിട്ട് ഇങ്ങനെ വന്നതുപോലെ തോന്നുന്നത് ഇതിലേക്ക്. അതിതിലെ ഗ്ലിച്ചാണോന്ന് അറിയത്തില്ല. ഈ ഇടയ്ക്കൂടെ പൂച്ചയൊക്കെ പറന്നു പോകുന്നുണ്ട്. ഇനി അതിന്റെ ആണോ? സൗണ്ടർ നടക്കുന്ന സൗണ്ടർ ആരുണ്ട്? ഇവിടെ എന്തോ നിപ്പോട്ടെന്ന് ഞാൻ കണ്ട. നമ്മുടെ ഫ്രണ്ടിലല്ലേ കാണുന്ന? നമ്മുടെ തൊട്ട് ഫ്രണ്ടിലേ കാണുന്നേ. ഇരുട്ടാണ് നമുക്ക്. എന്റെ മോനെ മുടിയുണ്ടോ? ഓ മൈ ഗാഡ്. അടുത്തോട്ട് വരുന്നത് തോന്നിട്ടുണ്ട് എനിക്ക്. ഇവിടെ മുടിയുണ്ടോ? മുടി നീളത്തിന് മുടിയാണത്. രജിബേ എന്തോടത്? ഓ മൈ ഗാഡ്. എടാ അടുത്തോട്ട് വരോടത് നിക്ക നോക്കിയത്. നമ്മൾ തൊട്ട് ഫ്രണ്ടിലാടി നിക്കണ. ഓ മൈ ഗാഡ് എന്തോടത്? എടാ എന്താണ് പ്രേതം കണ്ടു എനിക്കത്. എടാ ഇങ്ങോട്ട് വരുവാടാ അത്. എടാ പോവാടാ സൂര്യ. ഓ മൈ ഗാഡ്. എടാ രാത്രി പോടാ. ഇവിടെ കൊണ്ടോ? നീ നേരെ വയ്ക്കും. എക്സ്ട്രീം ആയിട്ട് ഞങ്ങളിപ്പോ 20 കണ്ട് നൈറ്റ് വിഷൻ ക്യാമറ കൂടെ നമ്മുടെ ഫുൾ ഇരുട്ടായതുകൊണ്ട് ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷെ സൂപ്പർ ആയിട്ട് നൈറ്റ് വിഷൻ ക്യാമറ ക്യാപ്ചർ ആയിട്ടുണ്ട്, അത് ഉറപ്പാണ്. സൗണ്ട് ക്ലിയർ ആയിട്ട്. നീ അത് കണ്ട? നീ ഇവിടെ എവിടെ നിക്കണ? നീ ഇവിടെ നിൽക്കുന്നുണ്ടോ? നിക്കണല്ലേ? വലിയ നേരിടാണോ? അത് നേരിടാൻ തോന്നുന്നു. പറഞ്ഞടാ. എന്തിനിങ്ങനെ എന്തൊക്കെ എടുത്ത് എറിയണ്ടടാ? എന്തിനിങ്ങനെ ചെയ്യുന്നേ? നിങ്ങൾ ആരാണ്? നിങ്ങളുടെ പേരെന്താണ്? നിങ്ങളുടെ പേരെന്ന് പറയാമോ? നിങ്ങളുടെ പേര് പറയാമോ? പറയും നോക്കിയിരുന്നു. ഇവിടെ സൗണ്ട് ചെയ്യുന്നുണ്ടോ? രജിബേ ആരാ നിങ്ങള്?
സെന്റർ നോക്കണം. നിങ്ങളുടെ പേര് പറയാമോ? ഓ മൈ ഗാഡ്. എടാ മുടി കൊണ്ടോ എത്തോ നീടെ കൂടെ മുടിക്ക്. എടാ ആടെ പെണ്ണാണ് മുടി. ഇപ്പൊ ആണുങ്ങൾക്ക് മുടി ഇത്ര ഉണ്ടോ? ഓ മൈ ഗാഡ്. എടാ മുടി ഉണ്ടോ നിന്റെ? എന്റെ മോൻ എന്തോടത്? ഓ മൈ ഗാഡ്. എടാ എന്താണത്? എടാ ഇങ്ങോട്ട് വരുവാടാ അത്. ഓ മൈ ഗാഡ്. എടാ വരും, എനിക്ക് ഉറപ്പത്. ഗൈസ് ക്ലിയർ ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ക്ലിയർ ആയിട്ട് തന്നെ ഞങ്ങളിപ്പോ ക്ലിയർ ആയിട്ട് ശരിക്കും ഉണ്ട് ആ രൂപത്തെ. ഞങ്ങൾക്ക് എന്ത് ചെയ്യണം ഒരു പിടുത്തം കിട്ടുന്നില്ല. എക്സ്ട്രീം ക്യാപ്ചർ. എനിക്കുണ്ടാ അതാ നൈറ്റ് വിഷൻ ഞാൻ വെച്ചോണ്ട് മാത്രമാണ് ഇത്രയും ക്യാപ്ചർ ചെയ്ത് നമുക്ക് പറ്റിയത്. അതെ. ഓ ഒരാളുടെ ചെടി പറഞ്ഞിപ്പോണ്ടാ എന്റെ ഇരുട്ടത്. ഇരുട്ട് കറുത്ത കളർ. പോകുന്നത് വെള്ളത്തിലോട്ടാ. വെള്ളത്തോട് പോകുന്നത് ഇവിടെ വെള്ളത്തോട് പോകുന്നു തിരിച്ചത്. വേറെ ദേവന്നടാ തിരിച്ച് വെള്ളത്തോട്ട് പോകുന്നത്. ഇങ്ങോട്ട് തന്നെയാണത്. ഇവിടെ വെള്ളത്തോട്ട് പോകുന്നത്. എന്തൊരു മുടിയാണത്? വെള്ളത്തോട്ട് പോകുന്നോ? കാലില്ല. കാലൊന്നുമില്ല ഇതിന്. വെള്ളത്തോട്ട് പോകുന്നത്. പൊങ്ങിയാണ് നിക്കണത്. ഇവിടെ എന്തോ അയച്ചടത്. ഓ മൈ ഗോഡ്. പോയി വെള്ളത്തിൽ പോടത്. വെള്ളത്തിൽ പോയടാ. ഇവിടെ വെള്ളത്തിൽ പോയടത്. അവിടെ പോയട ഞാൻ കണ്ടല്ലേ അത്. ഓ മൈ ഗോഡ്. ഗൈസ് നമ്മൾ ശരിക്കും ഇപ്പൊ രൂപത്തെ കണ്ടായിരുന്നു. ശരിക്കും എക്സ്ട്രീം ലെവൽ ഞാൻ നജീബ് രൂപത്തെ കണ്ട്. ആ നൈറ്റ് വിഷൻ ക്യാമറ ശരിക്കും ക്യാപ്ചർ ആയിട്ടുണ്ട്. അതാ വെള്ളത്തിന്റെ ഉള്ളിലോട്ട് ഇറങ്ങിപ്പോയത്. അതേ സെയിം രൂപം വന്നിട്ട് ഇപ്പൊ വെള്ളത്തിലോട്ട് ഇറങ്ങിപ്പോയി. അത് എവിടുന്നാണോ വന്നേ അങ്ങോട്ട് തന്നെ ഇറങ്ങിപ്പോയിട്ടുണ്ട് ആ വെള്ളത്തിലോട്ട്. അതിന് മറ്റേ ആളെ വലിച്ചോണ്ടോയ ആ സാധനമാണോ അല്ലെങ്കിൽ ആളാണ് അത്? ആളാണോ നീ? നമ്മുടെ ഫ്രണ്ടിലെ കണ്ട നമ്മുടെ തൊട്ടിലെ കാണുന്നേ ഇരുട്ടായ നമുക്ക് മുടിയുണ്ടോ? ഓ മൈ ഗാഡ്. തോന്നിട്ടുണ്ട് എനിക്ക്. മുടിയുണ്ടോ? മുടിയാണത്. എന്തോടത്? ഓ മൈ ഗാഡ്. എടാ അടുത്തോട്ട് വരോടത്. നോക്കിയത് തൊട്ട് ഫ്രണ്ടിലടി നിക്കണ. ആരാ നിങ്ങള്? സെന്റർ നോക്കണം. നിങ്ങളുടെ പേര് പറയാമോ? ഓ മൈ ഗാഡ്. മുടി കൊണ്ടോ? എത്തോ നീടെ കൂടെ മുടിക്ക്. ആടെ പെണ്ണാണ് മുടി. ഇപ്പൊ ആണുങ്ങൾക്ക് മുടി ഇത്ര ഉണ്ടോ? ഓ മൈ ഗോഡ്. ഇവിടെ മുടിയുണ്ടോ നിന്റെ?
എന്റെ മോനെ എടാ നീടാ Oh my god. Oh my god. എടാ എന്താണത്? എടാ ഇങ്ങോട്ട് വരുവാടാ അത്. Oh my god. എടാ വരും, എനിക്ക് ഉറപ്പത്. എക്സ്ട്രീം ക്യാപ്ചർ എനിക്കണ്ട അതാ നൈറ്റ് വിഷൻ ഞാൻ അവിടെ വെച്ചോണ്ട് മാത്രമാണ് ഇത്രയും ക്യാപ്ചർ ചെയ്ത് പറ്റിയത്. ചെടി കൂടെ നിപ്പോട്ടാ എന്റെ ഇരുട്ട് കറുത്ത കളർന്ന് പോന്നു മുടവണ വെള്ളത്തിലോട്ടാ. വെള്ളത്തിലോട്ട് പോകുന്നു അത് വെള്ളത്തോട്ട് പോകുന്നു തിരിച്ചത്. ഏടാ ദേവന്നടാ തിരിച്ച് വെള്ളത്തോട്ട് പോകുന്നത്. എടാ ഇങ്ങോട്ട് തന്നെയാണത്. വെള്ളത്തോട്ട് പോകുന്നത്. എന്തൊരു പൊടിയാടത്. വെള്ളത്തോട്ട് പോകുന്നത്. കാലില്ലടേ, കാലൊന്നുമില്ല ഇതിന്. കൊണ്ട് വെള്ളത്തോട്ട് പോകുന്നത്. പൊങ്ങിയാടെ നിക്കണത്. ഇവിടെ എന്തോ അയച്ചടത്. Oh my god.